Hello everyone, welcome to my channel, welcome to Enchanted Reader Malayalam. ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് നോക്കാം. ഞാൻ ഇന്ന് ഏഞ്ചൽ റീഡിങ്സ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏഞ്ചൽസിന് എന്തെങ്കിലും മെസ്സേജസ്, സ്പെഷ്യൽ മെസ്സേജസ് തരാനുണ്ടോ എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എനിക്ക് ഏസ് ഓഫ് ഏരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏഞ്ചലിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഏഞ്ചൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പണമാണെങ്കിലും ശരി, സമയമാണെങ്കിലും ശരി, സപ്പോർട്ടാണെങ്കിലും ശരി, നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഈ ഏഞ്ചൽ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് പറയുന്നത്. അത് ജോബിൻ്റെ കേസിലാണെങ്കിലും ശരി, പണത്തിൻ്റെ ആണെങ്കിലും ശരി, മൊത്തത്തിൽ നിങ്ങളുടെ സമയം തന്നെ മാറാൻ പോകുന്നു എന്നുള്ള മെസ്സേജാണ് ഏസ് ഓഫ് ഏരിയയിൽ കൂടെ വരുന്ന മെസ്സേജ്. ഓക്കെ, ഒരു നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ചുരുക്കി പറഞ്ഞാൽ പറയുന്നത്. ഓക്കെ, ഇവിടെ എനിക്ക് 7 ഓഫ് ഏരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏഞ്ചലാണ് വന്നിരിക്കുന്നത്. ഈ ഏഞ്ചൽ എന്നോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ വൈസായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സാണെങ്കിലും ശരി, പണമാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, വളരെ വൈസായിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പേഷ്യൻസോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യില്ലേ, അതേപോലെ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് പ്രോഗ്രസ് റിവ്യൂ ചെയ്യാനുള്ള ഒരു ചാൻസും കിട്ടുമെന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ പേഷ്യൻസോട് കൂടിയിട്ട് ഇരിക്കുക ഗൈസ്. നിങ്ങൾക്ക് ഡിസേർവ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ എത്തിപ്പെടും എന്നുള്ളതാണ് എനിക്ക് 7 ഓഫ് ഏരിയയിൽ കൂടെ വരുന്ന മെസ്സേജ് കേട്ടോ. ഇവിടെ എനിക്ക് ക്യൂൻ ഓഫ് മൈക്കിൾ ആണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് മൈക്കിൾ കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണ് എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം എന്താണ് ശരിക്കും ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ടാക്കും എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. എന്ത് ചെയ്താലാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മോർ ബെനിഫിറ്റ് ആയിട്ട് മാറുന്നത് എന്നുള്ളതും നിങ്ങൾക്കറിയാം. ആരും നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സത്യമല്ല അത്? അതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിലും ശരി, കരിയറിൻ്റെ കേസിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ മണിയുടെ കേസിലാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. റൈറ്റ്? അതാരും നിങ്ങളോട് പറഞ്ഞു തരണ്ട. കാരണം നിങ്ങളാണല്ലോ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ആ കാര്യങ്ങളുടെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ, ബാക്കിയുള്ളവർക്കല്ലല്ലോ അറിയാം. അതാണ് പറഞ്ഞു വരുന്നത്. അത് സത്യമല്ലേ ശരിക്കും? ഇവിടെ 8 ഓഫ് ഗബ്രിയൽ ആണ് വന്നിരിക്കുന്നത്. എനിക്ക് 8 എന്ന് പറയുന്ന നമ്പർ ഇന്ന് കുറേ പ്രാവശ്യമായി മനസ്സിലേക്ക് ഇങ്ങനെ റിക്കർ ചെയ്തിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. 8 ഡേയ്സിനുള്ളിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ചേഞ്ചസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം കാണും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഒരു നല്ലൊരു ഡേ ഈ 8 ഡേയ്സിനുള്ളിൽ വളരെ ആക്റ്റീവ്ലി, വളരെ ഗ്രേറ്റ് ഡേ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഏതോ ഒരു ദിവസം, ഈ 8 ദിവസത്തിനുള്ളിൽ ഏതോ ഒരു ദിവസം വളരെ നല്ലൊരു ദിവസമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നതോ കാണാൻ ആഗ്രഹിക്കുന്നതോ മറ്റോ എന്തോ സംതിങ് ഗ്രേറ്റ് സംഭവിക്കാൻ പോവുകയാണ് ഈ 8 ഡേയ്സിനുള്ളിൽ എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. 8 ഓഫ് ഗബ്രിയൽ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു പെട്ടെന്നുള്ളൊരു റിസൾട്ട് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. അതായത് സഡൻ ആൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്നുള്ളതാണ് എനിക്ക് ഇവിടെ വരുന്ന മെസ്സേജ് ഈ 8 ഡേയ്സിനുള്ളിൽ. ഓക്കെ ഗൈസ്, 1 more card please.
3 ഓഫ് ഏരിയൽ അഗെയിൻ വന്നിരിക്കുകയാണ്. ഇതിൽ കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് നിങ്ങളുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതിപ്പം എന്ത് തന്നെയാണെങ്കിലും ശരി, നിങ്ങളുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായിട്ട് ടേക്ക് കെയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഈ ഒരു 8 ദിവസത്തിനുള്ളിൽ. ഈ 8 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് സഡനായിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് എന്താണ് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇനി മുതൽ ഏഞ്ചൽ റീഡിങ് ഇടാൻ പോവാണ്. അപ്പോൾ ഇനിയും നല്ല ഏഞ്ചൽ റീഡിങ്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ബ്ലെസ്ഡ് ആയിട്ടിരിക്കട്ടെ. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ. ടേക്ക് കെയർ ഗൈസ്. ലവ് യു ഓൾ. ബൈ.